Yes, yeah. So let me introduce our speaker, Ms. Smita Nair. Smita, almost 18 years of experience on technical field, 18 years of experience on Arkham Solutions in the CTUI. Almost 10 years. So without wasting time, let me invite Smita for the session. Over to you, Smita. Thank you. Am I audible? Yes. Thank you all for joining, and a good evening to everyone. So let me start with a simple question. Parents ആണെങ്കിലും kids ആണെങ്കിലും ആർക്ക് വേണമെങ്കിലും ആൻസർ ചെയ്യാം. Do you know how ChatGPT works? എല്ലാവരും ChatGPT യൂസ് ചെയ്യണ്ടോ ഇപ്പോ? Anybody who's not using ChatGPT? You can message me, you can speak. Yes, everybody is using ChatGPT. Yes, DeepSeek, of course. So how many of you, anybody, chat lanelum, voice na through anelum, can anybody tell me how ChatGPT works? Rough ആയിട്ട് ഉള്ള അറിയാവുന്നത് പറഞ്ഞാൽ മതി. You don't have to get technical, nothing. അറിയാവുന്നത് എന്തായിരിക്കും എന്ന് ഏകദേശം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ you can tell. But nobody is judging anybody. We're just trying to learn something. Using NVIDIA chip. Okay, that's too technical. ഞാൻ ലോജിക്കലി ചോദിച്ചത്. നിങ്ങൾ ചോദിക്കുകയാണ് വേർ ഇസ് വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഫ്രാൻസ് എന്ന് നിങ്ങൾ ChatGPT ടൈപ്പ് ചെയ്യുമ്പോൾ യു ഗെറ്റ് ദി ആൻസർ ആസ് ദ ക്യാപിറ്റൽ ഓഫ് ഫ്രാൻസ് ഇസ് പാരീസ് എന്ന് വരുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ് ബിഹൈൻഡ് ദ സീൻസ് എന്ന് ആർക്കെങ്കിലും പറയാമോ? യൂസിങ് AI, പ്രോഗ്രാമിംഗ്, LLM, it works under the control of AI, yeah, database, programming and using AI, techniques, but nobody is telling me the algorithm. എല്ലാവർക്കും അറിയാം ChatGPT AI ആണെന്ന്, എല്ലാവർക്കും അറിയാം അത് ഡേറ്റാബേസ് സെൻട്രിക് ആയിട്ടാണ് വർക്ക് ആവണേന്ന്. യെസ്, someone is saying NLP ആണെന്ന് പറയുന്നുണ്ട്, പ്രോഗ്രാമിംഗ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും there is something called algorithm behind the scene. അല്ലേ? For example, if you want to go to school for an exam day, അല്ലേ, എന്താ നിങ്ങൾ ചെയ്യണേ? You have to prepare for that exam. കോഡിങ്ങും കമ്പ്യൂട്ടർ പഠിക്കണതാണ്. Coding, yes. പറഞ്ഞോളൂ റസീൻ. Razin, you're on mute. Okay, Razin, when you're ready, you can share. GPT, yes. അപ്പോൾ നമുക്ക് ടെക്നിക്കൽ ടേംസ് ഒക്കെ അറിയാമെന്ന് മനസ്സിലായി. കോഡിംഗ്, NLP, GPT, AI, ML എന്നൊക്കെ അറിയാം. പക്ഷെ ഇതുവരെയും ആരും പറഞ്ഞിട്ടില്ല വാട്ട് ഈസ് ദ ലോജിക് ബിഹൈൻഡ് ChatGPT. ആ ലോജിക് അറിയാവുന്നത് ഒരേ ആളുള്ളൂ, ദാറ്റ് ഈസ് ദ കോഡർ. ഒരു ഡെവലപ്മെന്റ് ചെയ്യണ ആൾക്കാണ് ലോജിക് എന്താന്ന് അറിയണത്. ബാക്കിയുള്ളവര് ഇത് എന്ത് വെച്ചാൽ ഉണ്ടാക്കിയേക്കണേന്ന് അറിയുമായിരിക്കും, എങ്ങനെയാ ഇത് ഫങ്ഷൻ ചെയ്യണേന്ന് അറിയായിരിക്കും. ബട്ട് ഈ ഫങ്ഷനിങ് എങ്ങനെയാണ് ബിഹൈൻഡ് ദ സീൻസ് നടക്കണേ എന്ന് ചോദിച്ചാൽ നോബഡി നോസ്. ലെറ്റ്സ് റിമൂവ് ഓൾ ദ കോംപ്ലെക്സിറ്റി ഓഫ് ChatGPT. നമ്മൾ കാലങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു കാര്യമാണ് ഗൂഗിൾ, റൈറ്റ്? വി സെർച്ച് ഓൺ ഗൂഗിൾ. ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മൾ ക്വസ്റ്റ്യൻ അടിച്ചു കൊടുക്കുന്നു, വി ഗെറ്റ് ഓൾ സോർട്ട് ഓഫ് ആൻസേഴ്സ്, ഇമേജസ്, large amount of data, right? But you're only telling me the concepts. ഇത് ഡേറ്റയും ബേസ്ഡ് ആണെന്ന്. പക്ഷെ അതിന്റെ പിറകില് വാട്ട് ഈസ് ദി ലോജിക്? എങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത് ക്വസ്റ്റ്യനെ ഈ സിസ്റ്റം റീഡ് ചെയ്യണം? ഈ സിസ്റ്റം റീഡ് ചെയ്തത് അത് എവിടെ പോയിട്ടാണ് ഇൻഫർമേഷൻ ഫെച്ച് ചെയ്യണേ? എങ്ങനെയാണ് മില്യൺസ് ആൻഡ് സില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് ഡേറ്റയുടെ ഇടയിൽ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യന്റെ മാത്രം ആൻസർ പിക്ക് ചെയ്ത് എങ്ങനെ അത് വരണേ എന്ന് ആരെങ്കിലും, പേരന്റ്, കിഡ്, എനിബഡി, ഹാവ് യു തോട്ട് അബൌട്ട് ഇറ്റ്? We are just using these tools, but never ever thinking how this is working. Yes, Rafna says, yes, you thought about it. എങ്ങനെയാന്ന് അറിയോ? Anybody?
Okay. So that whole point, ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഐ തിങ്ക് ആ കുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി, വേറെ സിസ്റ്ററിന്റെ പേജിൽ നിന്ന് കയറിയ കുട്ടി. ഷീ സെഡ്, എന്തിനാ പൈത്തൺ പഠിക്കണേ, ഒന്ന് ട്രൈ ചെയ്യാന്ന് കരുതി ചുമ്മാ, റൈറ്റ്? That is a very, very important point to which I'll come back a little later. But keep that in mind that the kid said, chumma try ചെയ്തു നോക്കാനെന്ന്, right? So let's move on that note. So everybody must be here for answering the question, why should my child learn coding at an early age? Anybody already knows why it will be beneficial for your child? Or the child knows why you should learn it? As something concrete. എന്തുകൊണ്ടാണ് ഇതിപ്പോ ട്രെൻഡിങ് ആയതുകൊണ്ടാണോ, പൈത്തൺ എല്ലാവരും പറയുന്നുണ്ട് അതുകൊണ്ടാണോ വന്നത്, അതോ എന്തെങ്കിലും സ്പെസിഫിക് റീസൺ കൊണ്ടാണോ വന്നത്? Anybody? Better job opportunities. Amrita, are you a parent or a child? In future, yes, like computer engineering. Yeah, parent ana. Nice, Rafna. Amrita, you are thinking about it. It is developing, yes, to study AI. Okay. Anyone here out of passion for Python? I want to be a Python developer എന്ന് വിചാരിച്ച് വന്ന ആരെങ്കിലും ഉണ്ടോ? Yes? Okay, Rafna, Amna. ആരെങ്കിലും ഓൾറെഡി പൈത്തൺ കോഡിംഗ് ചെയ്തിട്ടുണ്ടോ ഈ ഗ്രൂപ്പിൽ? Yes, Jisha, you have? Okay. So there are quite a few people who have done coding before. No. Okay. So I already asked this question on how Google works. So ipo innathe situationil parents ne, suppose you don't know, most of you or all of you don't know എങ്ങനെയാണ് Google work ചെയ്യണേ, എങ്ങനെയാണ് ChatGPT work ചെയ്യണേ. നിങ്ങളുടെ കുട്ടിയും ഇപ്പോ hello. Yes, Smita, you're audible. I'm audible? Okay, I have some disruptions on my screen going on. You can see me too? Yes, yes. Okay. Just a second, I'll just fix my things. Okay, you able to see my screen again? Yes, yes. Okay, cool. Sorry for the interruption. So what I was trying to say is, ഇന്ന് പേരൻസിന് അധികം ആർക്കും അറിയൂല ഇതിന്റെ പിറകിലൊക്കെ എന്താ നടക്കണേന്ന്. ഇന്നത്തെ സിറ്റുവേഷനിൽ കിഡ്സിനും ഒന്നും അറിയില്ല ഇതിന്റെ പിറകിൽ എന്താ നടക്കണേന്ന്. ഇന്ന് they are in 10th, which is okay. They are in 9th, 7th, it's okay. They're in 11th, it's okay. But 12th pass out ആയ കുട്ടി ഇന്നും if they are thinking, they don't know what's happening behind the scenes. ഇത് കഴിഞ്ഞിട്ട് അവർ കോളേജ്, which is the very critical piece of their life, graduation, ഏത് സ്ട്രീമിലേക്ക് എൻ്റർ ചെയ്യണം എന്നുള്ളത് അവർ ചൂസ് ചെയ്യണത് എങ്ങനെയായിരിക്കും എന്ന് anybody thought before? With zero knowledge of what's trending, എന്തായിരിക്കണം എൻ്റെ കരിയർ പാത്ത്, കോഡിംഗ് എനിക്ക് ഉള്ളതാണോ അല്ലയോ എന്ന് പോലും അറിയാതെ, just by what people say or what you listen, you end up in a course. അത് BCA ആവാം, BSc Computer Science, BTech, specializations with internship, അങ്ങനെ പല type of courses you just end up not knowing അത് നമ്മുടെ സ്കിൽ ആണോ അല്ലയോ. ഇപ്പൊ പഴയകാലമല്ല, ദർ സോ മച്ച് ഓപ്ഷൻ. നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഏരിയയിൽ വർക്ക് ചെയ്ത് നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റും. പണ്ട് എൻ്റെ ഒക്കെ ടൈമിൽ ഓൺലി ഓപ്ഷൻ വാസ് എഞ്ചിനീയറിംഗ് ഓർ MBBS. സോ വി ഓൾ റാൻ ഇൻ ടു എഞ്ചിനീയറിംഗ്. അന്ന് വലിയ ഓപ്ഷൻസ് ഇല്ലായിരുന്നു, റൈറ്റ്? സോ ഇന്ന് അങ്ങനെയല്ല. സോ ഇന്ന് നിങ്ങൾ ഏർലി ഓൺ സ്റ്റേജസിൽ എക്യുപ്ഡ് ആവുകയാണെങ്കിൽ, വെരി ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് യുവർ ലൈഫ് വെൻ ചൂസിങ് ഗ്രാജുവേഷൻ, നമുക്ക് വെരി കോൺഷ്യസ്ലി നമ്മുടെ കരിയർ പാത്ത് ചൂസ് ചെയ്യാൻ പറ്റും.
റൈറ്റ്? സോ അതിന്റെ ഒരു ഗ്രേറ്റ് എക്സാമ്പിൾ ആണ് ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ റൂം നമ്പർ 216 പോണെങ്കിൽ വിച്ച് ഡയറക്ഷൻ വിൽ യു ഗോ? ഫ്രം ദിസ് ഇമേജ്, in which direction will you go to room number 216? Will you go to the left or to the right? Okay, I see some left, some right. User says left plus. Okay, right, left. എന്തുകൊണ്ടാണ് പാതി പേര് ലെഫ്റ്റ് എന്നും പാതി പേര് റൈറ്റ് എന്നും പറയണേ? ഞാൻ ഒറ്റ പിക്ചറാ കാണിച്ചിട്ടുള്ളൂ, right? But still I am getting different answers. Why? Thinking differently. ദിസ് കേസിൽ തിങ്കിങ് ഡിഫറെന്റ്ലി അല്ല, ബിക്കോസ് ഈ സൈൻ, ഇതൊരു സൈൻ കണ്ട ഓബ്വിയസ്ലി ഏതെങ്കിലും ഒരു ഹോട്ടൽ സൈൻ ആയിരിക്കാം അല്ലെ, ഗിവിംഗ് ഡയറക്ഷൻസ് ഏത് സൈഡിലേക്ക് ഏത് റൂം നമ്പർ ടു ഏത് റൂം നമ്പർ ഉണ്ടെന്നുള്ളത്. പോയിന്റ് ഓഫ് വ്യൂ, യെസ് ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി പോയിന്റ് ഓഫ് വ്യൂ, ബട്ട് ഐ വുഡ് സേ ദിസ് ഇസ് ലാക്ക് ഓഫ് ക്ലാരിറ്റി അല്ലെ. ആ ഹോട്ടൽ ഉണ്ടാക്കിയ കൺസ്ട്രക്ട് ചെയ്ത ആളുടെ അവിടുത്തെ ഈ ബോർഡ് ഒട്ടും തോട്ട്ഫുൾ അല്ലാതെ ക്രിയേറ്റ് ചെയ്തൊരു ബോർഡാണ്. അതുകൊണ്ട് എന്നാ വരുന്ന ആൾക്കാര് ഈ പെർസ്പെക്റ്റീവ് പോലെയാണ്, ചിലർക്ക് ലെഫ്റ്റ് പോകാൻ തോന്നും, ചിലർക്ക് റൈറ്റ് പോകാൻ തോന്നും, ബിക്കോസ് ദാറ്റ് തിങ് ഡസ് നോട്ട് കൺവേ ദ റൈറ്റ് ഇൻ ദ റൈറ്റ് വേ, റൈറ്റ്? ദിസ് ഇസ് ബിക്കോസ് someone else has given something to you and you lack clarity in it. അപ്പൊ നമ്മൾ അതിന്റെ മുകളിൽ നമ്മുടെ ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാക്കാൻ നോക്കുകയാണ്. അത് വരുന്നത് എപ്പോഴാണ്? വെൻ ഐ ആം നോട്ട് അവെയർ ഓഫ് സംതിങ്. എനിക്ക് ആ കോൺസെപ്റ്റിനെ പറ്റി അല്ലെങ്കിൽ ആ ഫീൽഡിനെ പറ്റിയിട്ട് ഒരു ഇൻഫർമേഷനും ഇല്ലാണ്ടിരിക്കുമ്പോൾ വി റിലൈ ഓൺ വാട്ട് അതർ പീപ്പിൾസ് സേ അല്ലെങ്കിൽ വാട്ട് അതർ പീപ്പിൾ ഡു. എന്റെ കസിൻസ് എവിടെ പോയി, എന്റെ ഫ്രണ്ട്സ് എവിടെ പോയി, എന്റെ നെയ്ബർ എവിടെ പോയി, റൈറ്റ്? ഇങ്ങനെ ആലോചിച്ചിട്ടാണ് നമ്മൾ ചോയ്സിൽ ഡിഫറെന്റ് ലൈഫിൽ ഡിസിഷൻസ് എടുക്കുന്നത്. ബട്ട് ഐ ആം നോട്ട് ദാറ്റ് കസിൻ, ഐ ആം നോട്ട് ദാറ്റ് നെയ്ബർ, ഐ ആം നോട്ട് ദാറ്റ് ഫ്രണ്ട്. ഞാൻ ഒരു ഇൻഡിവിജ്വൽ ആണ്. എനിക്ക് കോഡിങ് ഇഷ്ടമാണോ ഇല്ലയോ എന്ന് ഞാൻ ആദ്യം അറിയണം, റൈറ്റ്? അറ്റ്ലീസ്റ്റ് ആ ഒരു ക്ലാരിറ്റി ഉണ്ടാവും ദാറ്റ് 12th കഴിയുമ്പോൾ ഷുഡ് ഐ ഗെറ്റ് ഇൻ ടു എ കോഡിംഗ് സ്ട്രീം ഓർ ഷുഡ് ഐ നോട്ട് ഗെറ്റ് ഇൻ ടു കോഡിംഗ് സ്ട്രീം? അത്രയെങ്കിലും ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ആ സബ്സെറ്റിൽ നിന്ന് മാത്രം ചൂസ് ചെയ്താൽ മതി. സോ ദ ഏർലിയർ യു നോ എ ഫീൽഡ് വെൽ, the easier it is for you to choose a career that you like. That is the biggest thing here. And that is what we are trying to promote through this code camp. പിള്ളേർക്ക് ഏർലി ഓൺ എഡ്യൂക്കേഷൻ കൊടുക്കുക, സോ ദാറ്റ് ദി ഗെറ്റ് എ ടേസ്റ്റ് ഓഫ് വാട്ട് ഇസ് പ്രോഗ്രാമിംഗ് ലൈക്ക്. അതിൽ നമ്മൾ ചൂസ് ചെയ്തത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ എന്ന് പറയുന്നത്. വേറെ എത്രയോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്, പക്ഷെ ഫ്യൂച്ചർ പ്രൂഫ് ചെയ്തിട്ടും നേരത്തെ പറഞ്ഞ പോലെ നല്ല സ്കോപ്പ് വരുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ. AI is going to be a biggest boom in the future. അപ്പൊ അങ്ങോട്ടേക്ക് റീഡയറക്ട് ചെയ്ത് പോവാനും നമുക്ക് പൈത്തന്റെ ആവശ്യമുണ്ട്. പക്ഷേ ആർ യു ഫിറ്റ് ഫോർ ദ പൈത്തൺ വേൾഡ്, ആർ യു ഫിറ്റ് ഫോർ ദ കോഡിംഗ് വേൾഡ് എന്നറിയണമെങ്കിൽ ഏർലി ഓൺ വി ഷുഡ് റിയലൈസ് വെദർ ആം ഐ കേപ്പബിൾ ഓഫ് കോഡിംഗ് ഓർ നോട്ട്. So on that note, let's go forward to understand what can you get through this coding camp. All right, any questions so far? Now, okay, so as I said already, clarity. ആദ്യം വേണ്ടത് ഈ കോഡിംഗ് ക്യാമ്പിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോണത് ആണ് ക്ലാരിറ്റി. ഡു ഐ ലവ് കോഡിംഗ് ഓർ ഡു ഐ ഹേറ്റ് കോഡിംഗ് എന്നുള്ള കാര്യത്തിലെങ്കിലും തീരുമാനമാവും, right? Then you will also get an idea on which stream of IT can I choose. പക്ക കോഡിംഗ് സ്ട്രീമിലേക്ക് പോണോ അതോ കോഡിംഗ് കുറച്ചുള്ള പക്ഷെ കൂടുതൽ ഡേറ്റ അനാലിസിസ് ഫീൽഡിലേക്ക് പോകണം, അതോ മാത്തമാറ്റിക്കൽ ഓറിയന്റഡ് ഫീൽഡായ ML അല്ലെങ്കിൽ ജനറേറ്റീവ് AI ആ ഡിറക്ഷനിലേക്ക് പോകണം, റൈറ്റ്? അങ്ങനെയുള്ള ക്ലാരിറ്റി ഓഫ് വേരിയസ് സ്ട്രീംസ് ഇൻ ദി IT ഇൻഡസ്ട്രി യു വിൽ ഗെറ്റ്. Okay, and of course, as I said, you will not have to rely on anybody else to take that decision for yourself. Right? Second, Ipo, I'm sure how many of you are going for dance classes or music classes, martial arts, language lessons, instruments, right? You all go for all this. Why do you go for these lessons? Curriculum matram padicha pore. Anybody who's going for different things? Nisha, yeah, you're upset? Yes?
kids should learn all these stuffs? അല്ലെ? ഇപ്പൊ നമ്മൾക്ക് ഏർലി ഓൺ പണ്ടേ മുതലേ യെസ് ഇറ്റ്സ് സ്കിൽസ്. സോ പണ്ടേ മുതലേ വി ട്രൈ ടു പുട്ട് അവർ കിഡ്സ് ഇൻ ടു വേരിയസ് സ്ട്രീംസ്. ഓക്കെ, ആൾക്ക് ക്രിയേറ്റീവ് തിങ്കിങ് ഡെവലപ്പ് ആവാൻ. ഇപ്പൊ ഡാൻസ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും. സോ ഐ നോ ഇഫ് യു ഗൈസ് നോ, നമുക്ക് എല്ലാവർക്കും ലെഫ്റ്റ് ബ്രെയിൻ ആൻഡ് റൈറ്റ് ബ്രെയിൻ ഉണ്ട്. റൈറ്റ്, ലെഫ്റ്റ് ബ്രെയിൻ ഇസ് മോർ ഫോർ ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, അനാലിസിസ് അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ്. നമ്മുടെ റൈറ്റ് ബ്രെയിൻ ഇസ് മോർ ക്രിയേറ്റീവ് തിങ്കിങ്. റൈറ്റ്, സോ ഈ ഡാൻസ് മ്യൂസിക് എന്നുള്ള കാറ്റഗറിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്യണത് നമ്മുടെ റൈറ്റ് ബ്രെയിൻ ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം വി ആർ ഡെവലപ്പിംഗ് ആ ലെഫ്റ്റ് ബ്രെയിൻ ഓൾസോ, ബിക്കോസ് നമ്മൾ മെമ്മറൈസ് ചെയ്യാൻ നോക്കും, പാറ്റേൺ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നോക്കും, കൊറിയോഗ്രാഫീസ് ഒക്കെ ഓർത്തിരിക്കാൻ നോക്കും, നോട്ട്സ് ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നോക്കും, മാർഷൽ ആർട്സ് പഠിച്ച റിഫ്ലെക്സസ് പഠിക്കും. റൈറ്റ്, ഇതൊക്കെ നമ്മൾ നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പഠിക്കുന്ന ഓരോ സ്കിൽ സെറ്റ് ആണ്. റൈറ്റ്, അതേപോലെ ഇന്ന് വെരി റീസെന്റ് അല്ലെങ്കിൽ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സിൽ ഡെവലപ്പ് ചെയ്ത് വന്നതാണ് പ്രോഗ്രാമിംഗ് സ്കിൽസ്. സോ അതൊരു കരിയർ ഓറിയന്റഡ് മാത്രമായിട്ടല്ല, ഈവൻ ഫോർ ഡെവലപ്പിംഗ് എ ചൈൽഡ്സ് ലെഫ്റ്റ് ബ്രെയിൻ ഇസ് വെരി യൂസ്ഫുൾ പ്രോഗ്രാമിംഗ്. കാരണം പ്രോഗ്രാമിംഗ് ഇസ് അബൌട്ട് പ്രോബ്ലം സോൾവിങ്. ഇവിടെ ഇരിക്കുന്ന എത്ര കിഡ്സിന് ഒരു പ്രോബ്ലം എങ്ങനെ ഫേസ് ചെയ്യണം എന്നറിയാം? Yeah, I think this technical issue. എനിബഡി, നമ്മൾ ഇന്ന് നമ്മുടെ കിഡ്സിനെ എത്ര പ്രൊട്ടക്റ്റഡ്ലി ആണ് നമ്മള് bring up ചെയ്യണേ? We pick them up, we drop them, we don't give them any challenges. Food is on the table, we just bring them whatever they ask for. അല്ലെ, they are like literally pampered to the core, and we bring up our kids. And until a point in time, they never have a situation where they have to face the problem. So I hope and I wish ഒരു കിഡിനും ഒരു പ്രോബ്ലവും ലൈഫിൽ ഫേസ് ചെയ്യേണ്ടി വരണ്ട. പക്ഷെ we should prepare them for that. അല്ലെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു ഓപ്ഷനാണ് കോഡിങ്. സോ കോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി നമ്മളൊരു പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ ആണ് നമ്മൾ ബിൽഡ് ചെയ്യണ ആപ്പ്. സോ ഒരു പ്രോബ്ലം തന്നു കഴിയുമ്പോൾ ഹൗ ടു ലുക്ക് അറ്റ് ദാറ്റ് പ്രോബ്ലം, ഹൗ ടു അനലൈസ് ഇറ്റ്, ഒരു ബിഗ് പ്രോബ്ലമിനെ എങ്ങനെ സ്മോളർ ചങ്ക്സ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് അതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെ എനിക്ക് സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം എന്ന് പഠിപ്പിക്കുന്ന ഒരു ഫീൽഡാണ് കോഡിംഗ്. റൈറ്റ്, ബിക്കോസ് yes, because if you look back for a while ago, നമുക്ക് ആദ്യം ഫോൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. So it was a problem that എന്തെങ്കിലും കാര്യം അറിയണമെങ്കിൽ I have to make a call. Every time I need not make a call. എനിക്ക് ചിലപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു തീർത്താൽ മതി. അതിന് പകരം we have to do intro talk. 5 മിനിറ്റിന് 1 second talk, I have to talk for 5 minutes to people. അതിനൊരു ദിവസം how many times can I call a person? അല്ലെ, അപ്പൊ ഇതൊക്കെ അന്നത്തെ ഒരു പ്രോബ്ലം ആയിരുന്നു. ആർക്കും അതൊരു വലിയ പ്രോബ്ലം ആയിട്ട് തോന്നിയപ്പോഴാണ് അവര് വാട്സ്ആപ്പ് പോലത്തെ ചാറ്റ് എൻജിൻസ് ഇന്നോവേറ്റ് ചെയ്തത്. സോ ഇറ്റ് വാസ് എ പ്രോബ്ലം. സോ someone at that point thought about it, looked it as a problem, and he thought, how can I solve this problem? And അതിന്റെ സൊല്യൂഷൻ ആണ് നമ്മൾ ഇന്ന് കാണുന്ന വാട്സ്ആപ്പ്. And if you realize വാട്സ്ആപ്പ് വന്ന സമയത്ത് ഓൺലി ചാറ്റിംഗ് ഉണ്ടായിരുന്നുള്ളൂ. It was a very simple app. Just chatting was there. And the video calling, voice notes, emojis, ഒന്നും ഉണ്ടായിരുന്നില്ല. First version was simple chat. Then he started developing on it. So now that is critical thinking. ഇതിനെ എനിക്ക് എങ്ങനെ ഇനി നന്നാക്കാം, റൈറ്റ്? എങ്ങനെ ഇതിനെ മോർ യൂസ്ഫുൾ ആക്കാം, ബാക്കി വേറെ എന്തൊക്കെയാണ് ആൾക്കാരുടെ പ്രോബ്ലം that I can fix through my app എന്ന് critical thinking ആണ്, where it makes a person think, how can I be of use to people? സോ നമ്മുടെ എനർജിയെ ചാനലൈസ് ചെയ്ത് ഒരു കൺസ്ട്രക്റ്റീവ് വേയില് റീഡയറക്ട് ചെയ്യുന്ന ഒരു വേയും കൂടിയാണ് കോഡിംഗ്. റൈറ്റ്, ഹൗ മെനി അവേഴ്സ് ദീസ് കിഡ്സ് സ്പെൻഡ് ഓൺ സ്ക്രീൻ ടൈം പ്ലേയിങ് ദീസ് ഗെയിംസ് അല്ലേ? ബട്ട് സ്റ്റിൽ ഇപ്പൊ എന്റെ നെഫ്യൂ
he plays, don't know what all games, എനിക്ക് ഒരു ഐഡിയയും ഇല്ല ഗെയിംസ് എന്താണെന്ന്, and he tells me stories. ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഞാൻ ആ ലെവൽ എത്തി, അങ്ങനെയൊക്കെ പറയുമ്പോൾ he's fully charged about that game. But when I was sitting and teaching him what is AI in his 9th exams, final exams, he did not know the basics of it. അപ്പൊ ആൾക്ക് യൂസ് ചെയ്യാൻ അറിയാം, പ്ലേ ചെയ്യാൻ അറിയാം, ഡിജിറ്റൽ വേൾഡ് ആക്സസ് ചെയ്യുന്നുണ്ട്, ബട്ട് ദേ ഹാവ് നോ ക്ലൂ വാട്ട് ഈസ് ഹാപ്പനിങ് ബിഹൈൻഡ് ദ സീൻസ്, വിച്ച് ഇസ് ആക്ച്വലി വെരി ട്രാജിക്. ഇന്ന് നമ്മൾ ഡിജിറ്റൽ വേൾഡിൽ ഇരിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യണതിന്റെ കൂട്ടത്തിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണമെന്ന് വെരി ക്രിട്ടിക്കലി നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്നൊരു നെസസിറ്റി ആണ്, ജസ്റ്റ് ലൈക്ക് മാത്സ്, സയൻസ്, സോഷ്യൽ സ്റ്റഡീസ്, ഹിന്ദി, all that languages that we have had from ages. ഇന്ന് ഇത് ഒരു default requirement ആണ് in our curriculum. Right? So that's what I was coming to say, that critical thinking is what it develops. I think I'm not sharing anymore, so I will share. Okay, hope you guys can see it. So we spoke about problem solving. They get to learn how to solve complex problems. Now, ഇത് ഇത്രയും നേരം നമ്മൾ ലെഫ്റ്റ് ബ്രെയിൻ ആക്ടിവിറ്റിയാ പറഞ്ഞു, ഇതിന്റെ കൂട്ടത്തില് റൈറ്റ് ബ്രെയിൻ ആക്ടിവിറ്റിയും കൂടി വരുന്നുണ്ട്. റൈറ്റ്? ഹൗ? നമ്മൾ കാണുന്ന എല്ലാ വെബ് പേജസ് എന്ത് കളർ കൊടുക്കണം, എന്ത് പ്ലേസ്മെന്റ് ഓഫ് ബട്ടൺസ്, ടെക്സ്റ്റ് ബോക്സസ്, ഇമേജസ് എന്തൊക്കെ കൊടുക്കണം, എന്ത് ഫോണ്ട് വരണം, ഇതെല്ലാം കൂടി കൂടിയിരിക്കുമ്പോൾ ഹൗ, വെൻ വിൽ ഇറ്റ് ലുക്ക് ബ്യൂട്ടിഫുൾ ആൻഡ് അപ്പീലിംഗ് ടു യൂസേഴ്സ്, റൈറ്റ്? എന്നൊക്കെ ചിന്തിക്കാൻ പറ്റണം. ആ ക്രിയേറ്റീവ് സൈഡ് ഉണ്ട്. സോ IT എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഓൺലി കോഡിംഗ്, ഇറ്റ് ഈസ് ഓൾസോ അബൌട്ട് ദ ക്രിയേറ്റീവ് സൈഡ്. കോഡിംഗ് ഇല്ലാതെ UI/UX ഡിസൈനർ ആവാൻ പറ്റും നമുക്ക് ഫ്യൂച്ചറിൽ. അപ്പൊ ഒരു കോഡിംഗും വേണ്ട, യു ഓൺലി ഡിസൈൻ ദീസ് സ്ക്രീൻസ്. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ജോബ്. But how many of you know about UI/UX designing as a career? How many? Has anybody heard about UI/UX career? Yes? Amna, you are a parent or a child? No? Razeen has not heard about it? You're a student, huh? That's great you know about all these things. Okay, so that comes creativity side as well. Okay, so then we of course spoke about critical thinking, how we can enhance, and storytelling kude game undakumbo ellam oru creative innovation aanu. Okay, next, as I said earlier, future proofing. You all know AI is going to be the boom. AI field le endokke enda parana, endokke job options undennu, can someone quickly put in the chat just to know if you guys already know about it? Coding allatha career parana, what all streams are there in AI? Robotics, yeah. Data science, machine learning, web development, AI engineer, awesome, everybody. Image generations, yes. Generative AI, cyber security, yes. What else? Very informed. I'm very glad to see all that, because I was totally blank after my 12th in the Chiyanam. I wanted to be a fashion designer. My dad forced me into engineering, and now I'm a software developer. I have no regrets, but I'm really glad my father pushed me to engineering. So cyber security, graphic designer, IT professional, algorithm. Yes, great. So you know the future is all about all this that is being said here, right? So ഇതിനു വേണ്ടി പ്രിപ്പയർ ആവാന്ന് പറയുന്നത് is what is called future proofing. ഇന്നേ കുറച്ചൊക്കെ അതിനെപ്പറ്റി പഠിച്ചാൽ നമ്മൾ സ്പെഷ്യലൈസേഷൻസ് എടുക്കുമ്പോൾ we already know about it. We can straight jump into the advanced level, not having to learn from the scratch. ABC മുതൽ തുടങ്ങാതെ you already know the Z. Now you need to join the letters to form the words. അവിടുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. And then, as I said already, channelizing your energy in the right direction. സ്ക്രീനിൽ ചുമ്മാ നോക്കിയിരിക്കാതെ, സ്ക്രീനിൽ നോക്കിയിരിക്കാം പക്ഷെ for a purpose, for learning, right? And most important ആയിട്ടുള്ള ഒരു കാര്യം that I can see that
the coding teams do is, but singing, music, dance, എല്ലാം is about individual skills, individual talent. ശരിയാണ്, ചില ഏരിയാസ് വരും നമ്മൾ ഗ്രൂപ്പ് മ്യൂസിക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ ചെയ്യുമ്പോൾ വി ലേൺ ഹൗ ടു സിങ്ക് വിത്ത് ഈച്ച് അതർ, ഒരുമിച്ച് എങ്ങനെ നമുക്ക് ഈ ഷോനെ പുൾ ഓഫ് ചെയ്യാം എന്നൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ കോഡിങ് ചെയ്യുമ്പോൾ ഒരു ഇത്തിരി സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മൾ അത്ര അധികം കൊലാബറേറ്റ് ചെയ്ത് ടീം വർക്കോടെ ഓക്കെ ഞാൻ ഇത് ചെയ്യാം, യു ഡു ദിസ്, യു ഡു ദാറ്റ്, ആൻഡ് ദെൻ വി ഓൾ ബ്ലെൻഡ് ഇറ്റ് ടുഗെദർ എന്ന് പറഞ്ഞ് വർക്ക് ചെയ്യേണ്ട ഒരു അറ്റ്മോസ്ഫിയർ ആണ് കോഡിംഗ് ടീം എന്ന് പറയുന്നത്. റൈറ്റ്? സോ ദ കിഡ്സ് ആർ ഇന്റേർണലി ഡെവലപ്പിംഗ് ദ ഹാബിറ്റ് ഓഫ് കൊലാബറേറ്റിംഗ്, അക്കോമഡേറ്റിംഗ്, അഡ്ജസ്റ്റിംഗ്, അല്ലേ? ബിക്കോസ് എനിക്ക് ഐഡിയ ഉണ്ട്, എന്റെ ഫ്രണ്ടിന് ഒരു ഐഡിയ ഉണ്ട്, മൈ ഐഡിയ ഇസ് ബിഗ്, യുവർ ഐഡിയ ഇസ് ഷിറ്റ് എന്ന് പറയണേക്കാളും okay, I like your idea, let me try that ഇന്ന് ഒരു പറയാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ആയ ഹൗസ് ദാറ്റ്, അല്ലെ? ആൻഡ് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ആണ് ആക്ച്വലി നമ്മുടെ വർക്ക് പ്ലേസസിലും ആവശ്യം. വി വാണ്ട് പീപ്പിൾ ഹു ക്യാൻ വർക്ക് ആൻഡ് ജെൽ വെൽ ഇൻ എ ടീം. ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂട്ടർ ആണെങ്കിലും യു ഹാവ് ടു ബി എ പാർട്ട് ഓഫ് എ ടീം. സോ ഹൗ ക്യാൻ യു ഡെവലപ്പ് ദി art, I would say, of collaborating, appreciating each other, respecting each other, giving room for everybody. ഞാൻ മാത്രം സൂപ്പർ എന്ന് പറഞ്ഞിരിക്കാതെ okay, you're also good, but my idea is better എന്ന് പറയണമെങ്കിലും അതിനൊരു വഴിയുണ്ട്. ആ വഴിയാണ് നമ്മൾ പഠിക്കേണ്ടത്. That is how you become a good team player. So by developing coding, you also learn this collaboration skills and team skills, right? So that is another plus of being part of a coding team. So now I wanted to share a small incident or my experience. ഞാൻ ലാസ്റ്റ് മന്ത് സേക്രഡ് ഹാർട്ട്സ് തേവരയില് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് ഒരു സെഷൻ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു, which is about how to groom yourself and prepare for the job interviews എന്നും പറഞ്ഞിട്ടായിരുന്നു ടോപ്പിക്. So there I had conducted a small game. അപ്പൊ ആ ഗെയിമില് ഞാൻ ഒരു ആക്ടിവിറ്റി കൊടുത്തിരുന്നു അവർക്ക് to talk about some technology stacks. ഓക്കെ, സോ അവിടെ ഞാൻ റിയലൈസ് ചെയ്തായിരുന്നു ആ റൂമിൽ രണ്ട് ഗ്രൂപ്പ് ഓഫ് പിള്ളേരുണ്ടായിരുന്നു. വൺ ഗ്രൂപ്പ് വാസ് ഗുഡ്, വെരി ഒബീഡിയന്റ്, നൈസ്, സ്റ്റുഡിയസ് സ്റ്റുഡൻസ് ആയിരുന്നു, നല്ല ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആയിരുന്നു. ആൻഡ് ഇതിന് മുമ്പത്തെ സെഗ്മെന്റ്സിലൊക്കെ അവർക്ക് നല്ലോണം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി. ബട്ട് വെൻ ഐ സ്റ്റാർട്ടഡ് ദ സെക്ഷൻ ഓഫ് ടെക്നോളജി സ്റ്റാക്സ് ആൻഡ് ഏതാണ് ബെറ്റർ ഏതാണ് പൂർ, ആ ഒരു കമ്പാരിസന്റെ ഒരു സെഷൻ ആയിരുന്നു. ആ വന്നപ്പോ ഈ ആക്റ്റീവ് ആയിരുന്നു, എനർജറ്റിക് ആയിരുന്നെങ്കിലും ഈ ഗ്രൂപ്പിന് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അൺഫോർച്ചുനേറ്റ്. വൈ? ബിക്കോസ് ദേ വർ നോട്ട് അക്രോസ് എനി ഓഫ് ദ തിങ്സ് ദാറ്റ്സ് ഹാപ്പനിങ് അറൌണ്ട് ദം. അവർ ഒട്ടും അപ്ഡേറ്റഡ് അല്ലായിരുന്നു. അവരവരെ കരിക്കുലം പഠിക്കുന്നു, കോളേജിൽ വരുന്നു, കരിക്കുലം പഠിക്കുന്നു, വീട്ടിൽ പോകുന്നു. ദാറ്റ്സ് ഓൾ ദേ വർ ഡൂയിങ്. ബട്ട് ദർ വാസ് അനദർ സെഗ്മെന്റ്, സ്പെഷ്യലി അവരൊരു ബിഗ് ബോയ്സ് ഗ്രൂപ്പ് ആയിരുന്നു. They were into, I don't know, some programming languages ഒക്കെ അവർ പറഞ്ഞു. അത് I had to come back and Google what are they talking about. ബിക്കോസ് അവർ അത്ര അധികം ഗെയിമിങ്ങിന്റെ അകത്ത് അവർ സെൽഫായിട്ട്, ഇറ്റ്സ് നോട്ട് പാർട്ട് ഓഫ് ദ കരിക്കുലം, ഒറ്റ ക്ലാസ് ആണത്, ഇറ്റ്സ് നോട്ട് 2 different batches, ഇറ്റ്സ് എ സെയിം ക്ലാസ്. പക്ഷെ ഔട്ട് ഓഫ് സെൽഫ് ഇൻട്രസ്റ്റ് ദീസ് കിഡ്സ് were developing their own games in a platform called Rust. I was not across that. So ഞാൻ തിരിച്ചു വന്ന് ഗൂഗിൾ, വാട്ട് ആർ ദി ടോക്കിംഗ് അബൌട്ട്? അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത്, ഓക്കെ, റസ്റ്റ് ഇസ് എ സിസ്റ്റം ലെവൽ. സോ ഐ ഗോട്ട് ടു ലേൺ സംതിങ് ഇൻ മൈ സെഷൻ, റൈറ്റ്, വിച്ച് ഇസ് ഗ്രേറ്റ്. So our group was very early on into the phase of developing, and our contribute cheyirunnu live arco vendi they were working as freelancers. So our skill set ഒക്കെ early on parante evadannaanu, because they were appo I asked them engane ningalku idu ithra ariya already, because they said I did my sessions in my 10th and a break la njan padikkan poyirunnu. I used to out of passion do self learning, YouTube nokku padikkuvairunnu. Appo everybody said their own stuffs, പക്ഷെ I could clearly see the difference in the two group of students. So that is what nurturing is. നമ്മളുടെ ഉള്ള ടൈമിൽ നല്ലപോലെ nurture ചെയ്ത് പോയാൽ നമുക്ക് വിചാരിക്കണേക്കാളും കൂടുതൽ we can accomplish when the critical time of starting a career comes. അല്ലെ? ഇത്രയും നാള് നമ്മൾ സ്കൂളിൽ ഇരിക്കുന്നതിന്റെ എല്ലാ റിസൾട്ടും, സ്കൂൾ കോളേജസിൽ ഇരിക്കുന്ന റിസൾട്ട് കംസ് when we are in a position to start a career. So are we ready at that point to make a conscious decision which field I should go and am I ready for this എന്ന് അറിയണമെന്നാണ് ക്രിട്ടിക്കൽ പോയിന്റ്. ആ ജഡ്ജ്മെന്റ് ഡേ ആണ്, റൈറ്റ്? സോ ദാറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ആൻഡ് ആക്ച്വലി അതാണ് എനിക്ക് ആ ട്രിഗർ പോയിന്റ് തന്നത്, ദാറ്റ് ഐ ഷുഡ് കണ്ടക്ട് a coding camp for school kids during their vacation. Then now that it is coming, as I can maybe നാളെ സേക്രഡ് ഹാർട്ട്സ് അല്ലെങ്കിൽ വേറൊരു കോളേജിൽ ഇതുപോലെ നല്ലോണം ആക്റ്റീവായിട്ട്
ടെക്നോളജി കമ്പയർ ചെയ്ത് ദിസ് ഇസ് ഗുഡ്, ദിസ് ഇസ് ഗ്രേറ്റ്, ഇത് ഇതിന് നല്ലതാ, ഇത് അതിന് നല്ലതാ എന്ന് പറയാനുള്ള ആ ഒരു നോളജ് ദേ ആർ ഡെവലപ്പിംഗ്. അത് ഏർലി ഓൺ വരാൻ പറ്റെങ്കിൽ ഇറ്റ്സ് മൈ പ്ലഷർ. Right? So I just pulled out a stat actually. The success path of kids who learn programming early, right? Can you please stop drawing on the screen? Okay. So success paths of kids who learn early. ഇതിന്റെ അകത്ത് സ്റ്റഡി പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർലി ഓൺ കുറച്ച് സ്റ്റുഡൻസ് IT അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് പഠിക്കുകയാണെങ്കിൽ ഫർദർ സ്റ്റഡീസ് അവർ ആ ടെക് മൈൻഡോടെ കൂടിയിട്ടാണ് പെർസ്യൂ ചെയ്യാൻ പോണത്, റൈറ്റ്? ദെൻ even coming from non-IT, they might use coding for their advantage. അത് അവരുടെ ഇഷ്ടത്തിനോ ഇതേപോലെ പാഷനോ ഗെയിം ഡെവലപ്മെന്റിനോ ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. Eventually, they might end up in high-paying IT jobs. And this next one is my favorite. നിങ്ങൾക്ക് ഓൾറെഡി ഒരു സ്കിൽ സെറ്റ് ഡെവലപ്പ് ആയി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, yeah, you can become your own boss. Why should you work for someone? അല്ലെ? നമുക്ക് ഇന്നത്തെ കാലത്ത് നല്ല ഓപ്പർച്യൂണിറ്റിന്റെ ഗ്രേറ്റ് അവന്യൂസ് ഉണ്ട്. എപ്പോഴും നമ്മൾ ജോബിനെ ഓറിയന്റ് ചെയ്ത് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. യു ക്യാൻ ഓൾ ബിക്കം യുവർ ഓൺ ബോസസ്, യു ക്യാൻ ഹാവ് യുവർ ഓൺ സ്റ്റാർട്ടപ്സ്. AI വേൾഡ് വരണോണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റിക്ക് നല്ല സ്പേസ് ഉണ്ട്. ബിക്കോസ് ടുഡേ ഓൾസോ എവറിബഡി ഈസ് ഡൂയിങ് റിസർച്ച് എങ്ങനെ നെക്സ്റ്റ് ചാലഞ്ചിങ് സാധനം ഉണ്ടാക്കാം, right? So you can have your own research and development wing, you can create your own product and you can launch it in the market. And or in the market, launch a product, you can develop your own application, you can have a team of yourself, you can offer services to others. So angane entrepreneurship, having your own company is a great way to start your skill. And adine college pass out avan polum wait cheyenda karyilla alle. There are so many kids early earning school in thanne because they are doing freelancing jobs, they are doing UI UX designing jobs, development jobs and what not. So degree ഒരു റിക്വയർമെന്റ് ആണ്, പക്ഷെ why not start earning early on? അതും ഒരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് കാണാം. It's unlike earlier ages where you have to wait for your 4 years or 3 years to finish to start working, right? So ultimately all that matters is we need to take a moment to think, step back. ഏത് സ്കൂളോ ക്ലാസ്സിലോ ആണെങ്കിലും എക്സാംസും ഒക്കെ മാറ്റി വെച്ചിട്ട് just take a step back for a moment for yourself, parent ആണെങ്കിലും kid ആണെങ്കിലും, and then you have to think, what do I actually wish to do in life? And not a wishum reality in തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ട് അല്ലെ? Maybe I wish to do something, but what I can do, what can I do എന്നുകൂടി നമ്മളൊരു സെൽഫ് റിയലൈസേഷൻ വേണം, right? Am I a coder? Am I a tester? Am I a data scientist? Am I a data analyst? ഇതൊക്കെ IT ഫീൽഡാണ് ഞാൻ പറയണേ. Forget about it. Am I a dancer? Am I good in instruments? Do I want to become a playback singer? ഇതൊക്കെ ആലോചിക്കേണ്ട ഒരു ടൈമാണ്, right? So think what you do. See if you can actually do it. Then think about, is this job something that I can do every day for the rest of my life? Because we are talking about career here. അല്ലെ? സോ ഈ കരിയർ എനിക്ക് എത്ര നാള് ഇഷ്ടത്തോടെ പുൾ ഓഫ് ചെയ്യാൻ പറ്റും? ബിക്കോസ് വെൻ യു ആർ ഹാപ്പി യു ആർ ഗ്രേറ്റ് ക്രിയേറ്റേഴ്സ്, അതർവൈസ് യു ആർ ജസ്റ്റ് പെയ്ഡ് വർക്കേഴ്സ്. സോ യു ഡോണ്ട് ഹാവ് ടു ബി എ പെയ്ഡ് വർക്കർ വെൻ യു ക്യാൻ ഡു സംതിങ് ദാറ്റ് യു ലൈക്ക്. സോ അത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് where you can see whether you like what you're doing. If not, scrap it, look for other means, right? Any questions so far? Yes, Teresa, you want to say something? No? Okay. All right. So that's a take a moment to think, maybe after the session, before you sleep, any time. ഒന്ന് എല്ലാവരും ആലോചിക്കേണ്ട കാര്യമാണ്. അൺഫോർച്ചുനേറ്റ്ലി ആരും നമ്മളോട് ഇത് പറയാറുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നോട് ആരും പറഞ്ഞിട്ടില്ല. സോ ഐ റിയലി വാണ്ട് ടുഡേസ് കിഡ്സ് ടു തിങ്ക്, എനിക്ക് എന്താ വേണ്ടേ? നോട്ട് വാട്ട് മൈ പേരൻസ് വാണ്ട് ഓൾസോ. ഐ എം സോറി പേരൻസ്, പക്ഷെ കിഡ്സ് ഹാവ് ടു തിങ്ക് എനിക്ക് എന്താ ആവണ്ടേ. അത് യു ഹാവ് ടു തിങ്ക് and then you have to make a choice. So, but of course the choice has to be on the facts, on the ground realities. Be safe. So trending careers in IT, as I said,
I'm only talking about IT. So you can become full stack developers. It can be in Java or it can be in Python. Now, what is a full stack developer? Is someone who can develop the front end. That means the web pages. You can develop the back end, which is the intelligent part, logical part on a back end. And then the front end name, back end name, and integrate a full fledged application ഉണ്ടാക്കാം. That is a full stack developer. Example, നമ്മുടെ Amazon. Amazon നമ്മൾ ഷോപ്പ് ചെയ്യാൻ കാലത്ത് നമ്മൾ സ്ക്രീനിൽ കാണുന്ന പ്രോഡക്ട്സ് അതിനെയാണ് നമ്മൾ ഫ്രണ്ട് എന്ന് പറയുന്നത്. വാട്ട് യു സീ ഇൻ ദ ഫ്രണ്ട് ഇസ് ഫ്രണ്ട് എൻഡ്, ഓർ യു ക്യാൻ കോൾ ഇറ്റ് UI, യൂസർ ഇന്റർഫേസ്, റൈറ്റ്? പക്ഷെ നമ്മൾ ഒരു ഓർഡർ വെക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിംഗ് കാർട്ടിലേക്ക് ആഡ് ചെയ്യുമ്പോൾ, വിഷ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ സംതിങ് ഹാപ്പനിങ് ബിഹൈൻഡ് ദ സീൻസ്. അതാണ് ലോജിക്, ദാറ്റ്സ് ദ ബ്രെയിൻ പാർട്ട്. അപ്പൊ ഈ ഫ്രണ്ട് എൻഡിൽ നമ്മൾ കാണുന്ന പേജിനെ ബാക്ക് എൻഡിലെ ലോജിക്കായിട്ട് ലിങ്ക് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെയാണ് UI കാണാൻ പറ്റുന്നത്. ദാറ്റ് ഇസ് വാട്ട് എ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡസ്. Okay, you can be a full stack developer if you're passionate. You will become a web developer, അല്ലെങ്കിൽ Android or mobile phone developer, app developer. Okay, another option, no coding. എനിക്ക് കോഡിംഗ് ഇഷ്ടമല്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ you can go for UI UX designer courses, as I said. That's more on the creative side, right? ഇപ്പൊ നമ്മൾ ഗെയിം ബിൽഡ് ചെയ്യുകയാണെങ്കിൽ എന്റെ ഗെയിം എങ്ങനെ ഇരിക്കണം, എന്റെ ക്യാരക്ടേഴ്സ് എങ്ങനെ ഇരിക്കണം, റൈറ്റ്? ഹേർഡിൽസ് ഒക്കെ എന്തായിരിക്കണം, എനിമീസ് ഒക്കെ എങ്ങനെയാ വരണ്ടത്, റൈറ്റ്? അങ്ങനത്തെ ക്രിയേറ്റീവ് സൈഡ് ആലോചിക്കുന്ന ആൾക്കാർക്ക് UI UX ഡെവലപ്പ് ചെയ്യാൻ പറ്റും, റൈറ്റ്? പിന്നെ ഡേറ്റ സയന്റിസ്റ്റ്, യു വിൽ ബി പ്ലേയിങ് ആൻഡ് ജഗ്ലിംഗ് അറൌണ്ട് വിത്ത് ഡേറ്റ ആൻഡ് ലോട്ട്സ് ഓഫ് മാത്സ്. അതിൽ കോഡിംഗ് പൈത്തൺ വരും ലിറ്റിൽ ബിറ്റ്, ബട്ട് മോസ്റ്റ്ലി ഇറ്റ് ഇസ് ഡേറ്റ. സോ ഇങ്ങനെ കുറെ സ്ട്രീംസ് ഉണ്ട്. ഈ എല്ലാ സ്ട്രീമിന്റെ അകത്തും കോമൺ എന്താണെന്ന് അറിയോ? ഇന്നത്തെ ട്രെൻഡില് നോ മാറ്റർ വിച്ച് ഫീൽഡ് യു ചൂസ് അമംഗ് ദീസ്, എല്ലാത്തിലും ഒരു കോമൺ ആസ്പെക്ട് ഉണ്ട്. What is it? Yes, programming. Programming എന്ന് ഞാൻ പറയില്ല, because as I said, UI UX designer programming ഇല്ല. AI നെക്കാളും കുറച്ചുകൂടി സ്പെസിഫിക്സ്. I think here, first of all, AI എന്താന്ന് ഭയങ്കര ഹൈ ലെവലിൽ മാത്രമാണ് മനസ്സിലാക്കിയേക്കണെന്ന് തോന്നുന്നു. when you say AI, calculus, not really. Code, no. Code, as I said, UI UX കോഡിംഗ് ഇല്ല, സോ കോഡ് അല്ല. അൽഗോരിതം, യു ക്യാൻ സേ അൽഗോരിതം, പ്രോസസ്, അതൊക്കെ എല്ലാത്തിലും ഉണ്ട്. പക്ഷെ ടെക്നിക്കലി, ടെക്നോളജി വൈസ് ഈ ഏത് സ്ട്രീമിലേക്ക് പോയാലും നിങ്ങൾക്ക് ഒരു കാര്യം അറിയണം. മാത്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. കോഡേഴ്സ് തിങ്കിങ്, ഓഫ് കോഴ്സ്, ആ ഒരു മെന്റാലിറ്റി, തോട്ട് പ്രോസസ് എല്ലാം വേണം. ദാറ്റ്സ് who said that? Sanu said it. It is Python. Yes. So ഞാൻ ഈ പറഞ്ഞ എല്ലാ സ്ട്രീമിലും ഇന്ന് പൈത്തൺ വേണം. Data scientist, Python is needed. DevOps engineer, you have to write your scripts in Python. Selenium automation tester, you have to write your automation scripts in Python. Java full stack engineers ne polum in Python അറിയേണ്ട ഒരു ടൈമാണ്, because there's a lot of things that Python can do which Java cannot. So ആ പൈത്തണിൽ കോഡ് ചെയ്തിട്ട് നമുക്ക് ജാവയിലേക്ക് പ്ലഗ് ചെയ്യേണ്ട ആവശ്യം വരാണ്ട്, which is now called Jython. Java plus Python, Jython എന്ന് പറയും. So അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. So even Java developers today have to know about Python. So all of this connected together, Python is the foundation for all these job roles coming in the future, right? So that's the trending careers. So keeping this in mind is what we have designed our coding camp, where you will be learning. Kids ആണ് കോഡിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്നുള്ള അസംഷനിലാണ് ഈ program design ചെയ്തേക്കുന്നത്. So you will learn the fundamentals of Python, basic concept. പ്രോഗ്രാമിങ്ങിനോട് പോലും, forget about Python, പ്രോഗ്രാമിംഗ് ഇന്നേ വരെ ചെയ്യാത്തവരാണെങ്കിൽ എങ്ങനെ നമുക്ക് ക്രിട്ടിക്കലി തിങ്ക് ചെയ്ത് കോഡിംഗ് എന്താണെന്നുള്ള ബേസിക്സ് പഠിക്കുന്ന ഒരു പോയിന്റ് ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ്, ദാറ്റ് ഇസ് Python basics. Okay, then after Python basics, ആ ബേസിക് പഠിച്ച കാര്യത്തിന് എങ്ങനെ നമുക്ക് ചെറിയ ചെറിയ ഗെയിമിംഗ് ആപ്സ് വഴി ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളത് അവർ പ്രാക്ടീസ് ചെയ്യും. സോ ദ ഐഡിയ ഹിയർ ഇസ് ദാറ്റ് നമ്മൾ ഹാർഡ് കോർ problem and solution പഠിപ്പിക്കുമ്പോൾ kids might not be able to relate to it. But if I say, why not we learn it in a fun way by doing games എന്ന് പറയുമ്പോൾ they are more interested in the creative part. ആ creative part develop ചെയ്യുമ്പോൾ അവർ പോലും അറിയാതെ they are actually developing their coding skills. So that is what we are going to do in the first 2 weeks. Learn the Python basics, build small codes.
ആ ഒരു ഫൗണ്ടേഷൻ അവർക്ക് സെറ്റ് ആയി കഴിഞ്ഞു കഴിയുമ്പോൾ we enter into the third phase, which is the design. Here we will divide the kids into smaller groups. Based on the number of kids, we will divide into 2, 3 or 5. And then you will be designing the game of your choice. അപ്പൊ നിങ്ങൾക്ക് തന്നെ ആലോചിക്കാം എന്റെ ഗെയിം എന്തായിരിക്കണം, ഒന്ന് ക്രിയേറ്റീവ് ആവാം, റൈറ്റ്? മൈൻഡ് കീപ്പർ പോലെ ആവാം, ഹാങ്മാൻ പോലെ ആവാം, അങ്ങനെ എന്തെങ്കിലും ഒരു ഗെയിമിനെ നമുക്ക് തന്നെ കോൺസെപ്ച്വലൈസ് ചെയ്യാം. എന്നിട്ട് ആ കോൺസെപ്ച്വലൈസ് ചെയ്ത ഐഡിയനെ നെക്സ്റ്റ് സ്റ്റേജിൽ prepare components of the game. ഈ ഗെയിമിന്റെ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് എന്താണ്, ഹേർഡിൽസ് എന്താണ്, ഒബ്സ്റ്റക്കിൾസ് എന്താണ്, അതൊക്കെ യു ക്യാൻ സ്റ്റഡി. ദെൻ ഫൈനലി നമ്മുടെ ഡിസൈനും ലേണിംഗും പ്രിപ്പറേഷൻ കഴിയുമ്പോൾ we will develop. So here actually you can see they are trying to learn how to implement a project. Just not coding, just not developing a game. ഒരു പ്രോജക്റ്റിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം. Just not jumping straight into code. No, അങ്ങനെയല്ല റിയൽ വേൾഡ് ഇൻഡസ്ട്രിയിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. നമ്മൾ കുറച്ച് ഡിസൈൻ ഉണ്ടാക്കണം. ഇത് വർക്ക് ആവോ ഇല്ലയോ എന്ന് അറിയാൻ ഒരു ചെറിയ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കണം. എന്നിട്ട് വേണം നമ്മൾ ഫുൾ ആയിട്ട് അതിൽ ഡൈവ് ചെയ്യാൻ. സോ അതായിരിക്കും അവര് ഈ 3 കോൺസെപ്റ്റ് ഫേസിൽ വർക്ക് ചെയ്യുക. Now, once they have developed the game, our foundation ready ആയി, which is called MVP, minimum value product. Minimum value product game ready ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ why can't we make it more complicated? So, next phase ആണ് adding design complexities. ഇതിനെ കുറച്ചും കൂടി കൊടുക്കുക, അല്ലെങ്കിൽ കുറെ കൂടി കോംപ്ലെക്സ് ഹേർഡിൽസ് വയ്ക്കുക, റൂൾസ് ഉണ്ടാക്കുക. അതായത് ഒരാള് ഡബിൾ ജമ്പ് ചെയ്താൽ എത്ര പോയിന്റ്സ് കിട്ടണം, ഐ എം ജസ്റ്റ് മേക്കിംഗ് റൈറ്റ്. സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കോംപ്ലെക്സിറ്റീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഫേസിൽ യു എൻഹാൻസ് ദ ഗെയിം ടു മേക്ക് ഇറ്റ് ലിറ്റിൽ മോർ കോംപ്ലെക്സ്. Okay, once that complexity, your game is there, finally in the last phases you will prepare for the presentation. So ഇവിടെ നമ്മൾ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ സ്റ്റുഡൻസിന്റെ പേരൻസിനെ we will invite on the demo day, and it will be like a small ceremony. In that ceremony your kid will showcase what they have developed in this 1 month period. അവരുടെ ഗെയിമിനെ അവർ ഷോക്കേസ് ചെയ്യും, and you can be the proud parents along with a certificate ceremony on that day. So that is how we plan to conclude it in a positive note, right? So now, since it's kids involved, we have to be a very reporting mode, and then so having said that, we will be sharing weekly progress reports on how your kid is doing. That will also give you an idea whether your kid is made for the coding world or not, how passionate they are. അല്ലെങ്കിൽ അവർക്ക് അറിയാം, പക്ഷെ കുറച്ചുകൂടി ഒരു സ്പെഷ്യൽ അറ്റൻഷൻ ഉണ്ടെങ്കിൽ maybe develop some sort of skills in them. So നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങൾ we will report to you weekly basis, and maybe the progress, and if they have really developed something in that 1 week time, we will send you a snippet of that as well, right? And there will be regular WhatsApp or email communication based on your choice of mode of communication. And then, as I said, finally we will be having the demo day to showcase what your kid has done, right? So the takeaway from this code camp is what we discussed. We learn kids become confident on the coding techniques irrespective of the language. Okay, Python vittarku Java ki ponengi polum they'll be confident that Java is nothing but just another syntax. Coding enikku ariyam. Aa oru confidence la they can walk out of the class, and they will have a tech foundation built. Appo endana oru programming il engane attempt cheyanam, engane approach cheyanam ennu avarku ariyam, engane code design അറിയാം. ഇതിന്റെ മുകളിൽ ബിൽഡ് ചെയ്താൽ മതി, which is a very rapid process once you have a solid foundation, right? And as I said, with all this knowledge, ഇപ്പോൾ 10th ആണെങ്കിൽ you still have 2 years to nurture. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി പൈത്തൺ കോഡിംഗ് ഇഷ്ടമായി എന്ന് കണ്ടു കഴിഞ്ഞാൽ why not develop your skill in that 2 years of time, right? അങ്ങനെ വരുമ്പോൾ ഡിഗ്രി പോകുമ്പോൾ you don't have to take a scratch course like BCA or BTech. You can go for some advanced courses. Straight jump into the next level where you can enhance from where you leave rather than starting from scratch. You save a lot of time and value for your time as well, right? Of course, finally, you can consciously choose a career path. Okay. And of course, as I said, the gaming app is a takeaway from your camp. Any questions so far? So I'm going to ask, is it a paid course? Yes, it is a paid course. ഇത് പഠിച്ചാൽ ജോബ് കിട്ടും, ഇത് പഠിച്ച ഓക്കെ, ദിസ് ഇസ് ഫോർ കിഡ്സ്. ഓക്കെ, ഇന്ന് ജോബ് കിട്ടൂല, അതുമേ നർച്ചർ ചെയ്തവരെ കൊണ്ട് നടന്ന
നാളെ ജോബ് കിട്ടും. നാളെ ആസ് ഇൻ whenever they are ready. So Nisha, how old is your kid? Amna says not clear. What is not clear, Amna? ഇത് പഠിച്ചാൽ ജോബ് കിട്ടുമോ ഈ പഠിച്ചു കഴിഞ്ഞാൽ? Nisha, can I know how old is your kid? 18 years. So the kid has finished 12th, I believe, right? No more a kid, teen. Yes. So ജോലി കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ I will not say ജോലി കിട്ടും because 12th kid ആണ്. It's not ready for a job like hired by an employer unless you are ready to work as a freelancer. ഇപ്പൊ ഇഷ്ടംപോലെ ആൾക്കാര് am I not audible? Smita, you are audible, but your voice is breaking because of network issue. Not liking this. Anyways, I'm sorry for the interruptions. So 18 years, as I said, it's not a job time. I think it should take its degree or whatever higher studies they're planning to do. But in the meantime, you can definitely do freelancing. അപ്പോ പാരലൽ ആയിട്ട് കൊണ്ട് നടക്കാം. ആരെങ്കിലും ഒരു ആപ്പ് ബിൽഡ് ചെയ്യാനുള്ള പ്രോജക്റ്റ് തരേ വെബ് ബിൽഡ് ചെയ്യാനുള്ള പ്രോജക്റ്റ് തരയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ. സോ ദിസ് വിൽ ഡെഫിനറ്റ്ലി ഗിവ് യു എ ഫൗണ്ടേഷൻ ടു ബിൽഡ് ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. ഇത് നേരെ ജോബിലേക്ക് ഐ വിൽ നോട്ട് മാപ്പ് ഇറ്റ്. UI UX, okay, sure. So നേരത്തെ ഞാൻ പറഞ്ഞ പോലെ UI UX is more about നമ്മൾ മൊബൈൽ ആപ്പിലേക്ക് അപ്പൊ നമ്മുടെ വാട്സാപ്പ് ഉണ്ട്, റൈറ്റ്? വി ഹാവ് എ വാട്സാപ്പ് സ്ക്രീൻ. അപ്പൊ യു ഹാവ് എങ്ങനെയാണ് നമ്മുടെ ആൾക്കാരുടെ പേരൊക്കെ ലിസ്റ്റ് ആവണത്? ആ പേരുകളുടെ അടിയിൽ ലാസ്റ്റ് അയച്ച മെസ്സേജിന് ഒരു ചെറിയ സ്നിപ്പറ്റ് കാണാൻ പറ്റും, റൈറ്റ്? എവിടെയാണ് അവർ അലൈൻ ചെയ്തേക്കുന്നത്? ടു മേക്ക് എ വോയിസ് കോൾ, ടു മേക്ക് എ വീഡിയോ കോൾ, ലൈക്ക് ഡോട്ട് അണ്ടറിൽ there's further menu items, right? സോ ഇതൊക്കെ എങ്ങനെയാണ് എവിടെയൊക്കെയാണ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂസറിന് ഈസിലി, ഇപ്പൊ മൊബൈൽ ആകുമ്പോൾ മോസ്റ്റ് ഓഫ് us are on സിംഗിൾ ഹാൻഡ് ആൻഡ് മോസ്റ്റ് ഓഫ് us യൂസ് thumb, അല്ലെ? അപ്പൊ തമ്പിന്റെ പ്രോക്സിമിറ്റിയിൽ എവിടെയൊക്കെ ഏതൊക്കെ ബട്ടൺ വരും എന്നൊക്കെ ആലോചിച്ച് സ്ക്രീൻസ് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരാണ് UI UX ഡിസൈനേഴ്സ്. അവർക്ക് കോഡിംഗ് അറിയണ്ട, ബിക്കോസ് ദേ ആർ ഓൺലി തിങ്കിങ് ഇൻ എ ക്രിയേറ്റീവ് ആൻഡ് യൂസർ ഫ്രണ്ട്ലി വേ. ഓൾസോ വാട്ട് UI UX designers will think is ഈ ആപ്പ് ആരൊക്കെ യൂസ് ചെയ്യും? അല്ലെങ്കിൽ ആപ്പ് ഞാൻ പറയണമെന്നുള്ളൂ, ഇറ്റ് ക്യാൻ ഓൾസോ ബി എ വെബ് പേജ്. സോ ആരൊക്കെ യൂസ് ചെയ്യും? കിഡ്സ് യൂസ് ചെയ്യുമെങ്കിൽ അവർക്ക് അതിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളേഴ്സ് ഒക്കെ വെക്കണം, സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി എൻഗേജിങ് ഫോർ ദം. ലൈക്ക് ഗെയിം ഡെവലപ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ, എൽഡർലി പീപ്പിൾ ആണ് യൂസ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു മേക്ക് ഷുവർ ടു മച്ച് നോയ്സ് ഉണ്ടാവാൻ പാടില്ല. ടെക്സ്റ്റ് ഒക്കെ ക്ലിയർ ആൻഡ് ബോൾഡ് ആൻഡ് ബിഗ് ആയിരിക്കണം, റൈറ്റ്? സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് അവർക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ചൂസ് ചെയ്യാൻ പറ്റണം. സോ ഇതൊക്കെ ഓരോ ജോണർ, ഓരോ ഡെമോഗ്രാഫിക് അല്ലെങ്കിൽ ഓരോ പ്രൊഫൈലില് പെർസോണാസ് ഇതിനെയൊക്കെ ആലോചിച്ച് എങ്ങനെ നമുക്ക് സ്ക്രീൻ ഡിസൈൻ ചെയ്യാം എന്ന് ചെയ്യുന്ന ആളാണ് UI UX ഡിസൈനർ. ഇതിന്റെ കൂട്ടത്തിൽ ഒരു റിയാക്ട് JS അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെബ് ഡെവലപ്മെന്റ് ലാംഗ്വേജ് ഫ്രെയിംവർക്ക്, റിയാക്ട് JS, ആംഗുലർ JS, HTML, JavaScript, അതിന് ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ പഠിക്കുകയാണെങ്കിൽ UI UX ഡിസൈനേഴ്സ് ക്യാൻ ബിക്കം ദ വെബ് ഡെവലപ്പേഴ്സ് ആസ് വെൽ. കാരണം അവർക്ക് ഡിസൈനും ചെയ്യാം, ഈ ഡിസൈൻ ചെയ്ത കാര്യം ഈ ടൂൾസ് വെച്ചിട്ട് കോഡ് ചെയ്ത് ഈ പേജസിനെ ആക്ച്വൽ യൂസബിൾ വേയിൽ ക്രിയേറ്റ് ചെയ്യാനും പറ്റും. സോ ദാറ്റ് കോമ്പിനേഷൻ ഇസ് എ വെരി ഗുഡ് കോമ്പിനേഷൻ. Am I clear, Snigdha? Yeah, I'm gonna ask what is the class time? Class time നമുക്ക് പല ടൈം സ്ലോട്ട്സിലാണ് ബേസ്ഡ് ഓൺ വേരിയസ് ചോയ്സസ് ഓഫ് കിഡ്സ്. ലൈക്ക് വേറെ ക്ലാസ്സിൽ പോണ കിഡ്സിന് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. സോ നമുക്ക് മോർണിംഗ് ഫസ്റ്റ് ഹാഫിൽ ഒരു ബാച്ച് ഉണ്ട്, ഇറ്റ്സ് അറൌണ്ട് 11:30. സെക്കൻഡ് ഹാഫിൽ ഒരു ബാച്ച് ഉണ്ട് വിച്ച് ഇസ് അറൌണ്ട് 3ish, ആൻഡ് ദർ ഇസ് എ നൈറ്റ് ബാച്ച് വിച്ച് ഇസ് അറൌണ്ട് 7:30ish. 7:30 ഡിപ്പെൻസ് അപ്പോൺ. അപ്പോൾ എത്ര പേരാണോ ഇൻട്രസ്റ്റ് ഓരോ ഗ്രൂപ്പിനും കാണിക്കുന്നത്, നമുക്ക് ആ ഗ്രൂപ്പിന്റെ ഒരു കൺവീനിയൻസ് വെച്ചിട്ട് വി ക്യാൻ ഫിക്സ് എ ടൈം in these 3 time slots, more or less. Drawing related course. What is drawing related? Ananya, do you want to clarify what is a drawing related course? You mean art? Yeah, Sanu, the fee is, it depends upon whether it is an online or offline.
So we have 15,000 for the classroom trainings, and it is 10,000 for the online courses. So it is a 1-month course starting on the 5th of April, and it will go up to roughly 5th of May. And the sessions will be Monday to Friday every day. And the starting matram nammal Saturday ആയിരിക്കും. But after that, it's every week, Monday to Friday. Any other question? In future, most probably AI robots will be used for even basic jobs. Then how can we assure job facilities in future? Okay, good question. I don't know which era you come from. So yes, lab വേണം. Laptop, classroom training le varanangi, we can provide you few laptops, but we recommend you bring your own laptop because നിങ്ങൾക്ക് അത് വീട്ടിൽ പോയിട്ടും you can do your job, work on it, right? Passionate ആകുമ്പോൾ why wait for the next class? നിങ്ങൾക്ക് വീട്ടിലിരുന്നും ചെയ്യാം. Coming back to the answer from user. So ഇതെന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടേഴ്സ് വന്ന സമയത്ത് ഇതേ ഫിയർ ഉണ്ടായിരുന്നു, if you remember, right? കമ്പ്യൂട്ടേഴ്സ് വന്നല്ലോ, ഇനി എല്ലാം കമ്പ്യൂട്ടേഴ്സ് ചെയ്യുമല്ലോ, നമ്മുടെ ആവശ്യമില്ലല്ലോ, റൈറ്റ്? പക്ഷെ എന്തുണ്ടായേ, അന്ന് ശരിയാണ്, നമ്മൾ മാനുവലി ചെയ്തിരുന്ന കുറെ കാര്യങ്ങൾ കമ്പ്യൂട്ടർ ചെയ്യാൻ തുടങ്ങി. പക്ഷെ ആ കമ്പ്യൂട്ടറിന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ആവശ്യം വന്നു. അതേപോലെയാണ് AI വന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന രീതി മാറും, മേ ബി ജോബ് നേച്ചർ വിൽ ചേഞ്ച്, നമ്മുടെ സ്കിൽ സെറ്റ്സ് വിൽ ചേഞ്ച്, ബട്ട് അൾട്ടിമേറ്റ്ലി ദർ ഇസ് എ ഹ്യൂമൻ റെലവൻസ് ടു ഡു സർട്ടൺ കൈൻഡ് ഓഫ് ജോബ്സ്. ടുഡേ ഐ സോ വെരി ഇൻട്രസ്റ്റിംഗ് പോസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ ഒരു ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്, ആൻഡ് ആ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ബിൽഡിംഗ് ഒരു ബിഗ് പോസ്റ്റ് എഴുതി വെച്ചേക്കാണ്, AI can you please complete this building? Is that possible? No, right? എത്ര AI വന്നാലും ഹ്യൂമൻ റെലവൻസ് is still there. So is here. ഇപ്പോ പണ്ട് മാനുവലി നമ്മൾ ഡേറ്റനെ അനലൈസ് ചെയ്യാറ്. It used to take hours and days and months together. കാരണം millions of data ഉണ്ട്, അതിനെ ഡേറ്റ നോക്കണം, പാറ്റേൺ അനലൈസ് ചെയ്യണം. Then came Power BI, right? Power BI the tool വെച്ചിട്ട് we were able to do a little bit more better or faster way. പക്ഷെ എന്നാലും lot of manual work was needed behind the scenes to feed the data into Power BI. ഇപ്പൊ Power BI-നെയും കൂടി ഡബിൾ ക്രോസ് ചെയ്തിട്ടാണ് ഡേറ്റാ സയൻസ് വന്നേക്കുന്നത് വിത്ത് ഹെൽപ്പ് ഓഫ് പൈത്തൺ ലൈബ്രറീസ്. ഇപ്പൊ എന്താ, എക്സലിലെ മില്യൺസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ഡേറ്റ നമ്മൾ ഫീഡ് ചെയ്താലും ഈ ഡേറ്റാ സയൻസിന്റെ ത്രൂ നമുക്ക് നല്ലൊരു വിഷ്വൽ റെപ്രസെന്റേഷനിൽ ആ ഡേറ്റയുടെ ഇൻസൈറ്റ് നമുക്ക് കിട്ടാൻ പറ്റും, റൈറ്റ്? സോ നമ്മൾക്ക് പകരം ഇപ്പോ AI is doing the job എന്ന് വെച്ചിട്ട് ഒരു ഡേറ്റാ സയന്റിസ്റ്റ് വേണ്ട എന്നുണ്ടോ? We need a data scientist. We need people who can develop more intelligent logic for tomorrow. ഇതിനേക്കാളും കോംപ്ലക്സ് സിറ്റുവേഷൻ വരുമ്പോൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പേഴ്സ് വേണം, അനലിസ്റ്റ് വേണം. അതിന് ഇന്നും നമ്മൾ റെലവെന്റ് ആണ്. So AI is not replacing you. AI is only changing the nature of work. The tools you need to learn, the things you need to grasp, അത് മാറി. The way you do work will also change. കുറെ മോണോട്ടണസ് മാനുവൽ വർക്കിന് പകരം നമ്മൾ കുറെ കൂടി ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഓട്ടോമേറ്റ് ചെയ്തിട്ട് മാനുവൽ ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ കുറച്ചും കൂടി നമ്മൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. That is it. So do not fear like everybody is going to be jobless in the future. No, you stick on there. Oh my God, I've got so many questions here. Lab Venam, recorded or live class? So no, it is a live class. I am taking the session. So I am very much live. I will be taking the session, and all 3 times of the day I will be the tutor. So can you please explain fee structure once more? The fee structure was online sessions for 10,000, and physically when you come to the office, it is 15,000. Laptop is needed. If you're coming to the office, Amna, we will provide you a laptop, but we prefer you bring your own laptops. Offline Arnel Evda. Okay, the offline classes are at Edapalli, just opposite to Lulu Mall. Our office is called Archon Solutions. Just so Lulu Mall ayadondu metro is there, just in case you are going to avail a metro facility. Nammade stop inde avade thanneyana nammade office. Yeah, the answer is already there. Online aane live class ado? No, live class. It will be live classes, live class, yes. Time parayamo? Yeah, time, as I said, we have a slot in the first half, 11:30ish. One slot in the second half, which is around 3:30. And there is a night
shift for that's on special request because a lot of people said my kids are whole day packed with all these curricular skill development activities, so they want to spend time in the evening. So avarku vendite evening 7:30 ക്ക് നമ്മളൊരു സെഷൻ വെച്ചിട്ടുണ്ട്. Staying facility, you mean to say accommodation? How will AI influence future healthcare? Oh my God, this is such complex topics for kiddos session, huh? Yes. I don't know. I don't want to take responsibility of a kid staying alone somewhere. So we can help you find a place, but I don't know. Maybe we can talk offline, Amna, if you have a specific concern. Maybe I don't understand your situation. You said it's 18 years. Did you say 18 years, kid? No, Nisha said 18 years, not you. Okay. All right, we'll talk to you offline, Amna, about accommodation if you're really after something. Any other questions? Okay, all right. ഞാൻ പറയാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മറന്നിരുന്നു എന്ന് തോന്നുന്നു ആക്ച്വലി ഇൻ ദ ബിഗിനിങ്. Too late. After 1 hour of chit chat, I'm going to tell about myself. So my name is Smita Nair. ഞാൻ ഒരു core Java developer and an application designer ആണ് recently and a Python developer. And എനിക്ക് 18 years of experience ഉണ്ട്. I started working in 2006. And ആദ്യം 6 years ഞാൻ ഇന്ത്യയിലാണ് വർക്ക് ചെയ്തത്. In companies like Sasken Communications, which is a telecom company in Bangalore. Then I moved to Mindtree, again a telecom company. And then I moved to Addisant in Chennai. That's also telecom. Then from there, I moved to Australia. There I started off with Super Choice, which is a financial institution. After current, I moved to Transport of New South Wales, where I was a government employee working എന്താണ് ഇവിടുത്തെ മെട്രോ പോലെ അവിടെ ഒരു സിസ്റ്റം ഉണ്ട്, ട്രെയിൻ ആൻഡ് ട്രാംസിന്റെ. സോ ഐ വാസ് വർക്കിംഗ് ഫോർ ദാറ്റ് ടീം ഇൻ IT ഡെവലപ്മെന്റ്, എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാന്ന്. Then I moved to Belgium and I was in Belgium for last 5 years. I was working for Swift Financial Institutions. It's again a financial domain. So അവിടെയും എൻ്റെ ജോലി ഈ പൈത്തൺ ആപ്സ് എങ്ങനെ ബാങ്കിങ് ആപ്സിലേക്ക് എന്താണ് AI ചാറ്റ് ബോട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം എന്നായിരുന്നു എൻ്റെ ജോബ് there. And now I'm in Kerala for a vacation. So I'm here until June, July. I've not decided. And just having some fun time with kids is my plan. And then in July, I'm moving back to Australia and continue my career over there. So that's in a nutshell about me. Any other questions? It's already 8:10. I've exceeded the time. No? So I think that's a wrap. Thank you all, and special thanks for active participation. അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഇന്ററാക്റ്റീവ് ആയിട്ട് സെഷൻ എടുക്കാൻ പറ്റി. അതർവൈസ് ഇറ്റ്സ് സൂപ്പർ ബോറിംഗ് വെൻ only I speak and nobody talks to me and no cameras also, so I don't even know people are listening or not. So this was quite nice. Even though nobody was on camera, I was completely live on chat, so that was nice. So thank you all for taking time out and spending with me 1 hour and listening to me carefully. Yes, there is a course certificate provided that as I said, during the demo day, we will present what they have done and there is a certificate ceremony as well. Yeah, so thank you. Should you have any questions, you can drop in the chat or you can reach out to the team and they will answer your questions. Thank you all. Thank you, Smita. Thanks 5th to- of April, sorry, just answering a question. Date of commencement is 5th of April, Saturday. Yeah, so we'll be starting on 5th of April. ഈ വരുന്ന സാറ്റർഡേ ആണ് നമ്മൾ PyKids-ന്റെ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. And we'll be continuing from next week onwards. So definitely our team will be
connecting you soon. Our team contact team details share ചെയ്യും. Those who interested can easily quickly join for the course and join on 5th itself. Okay. So timing the karyam, as Smita said, we have planned for 3 batches, 3 sessions in the morning and in the maybe after 3:30, and then in Right. 7 o'clock, yeah, 7:30 round. കുറെ ആൾക്കാർ പറയുന്നുണ്ട് because സ്റ്റുഡൻസ് പല കാര്യങ്ങളിൽ എൻഗേജ് ആകുന്ന സമയമായതുകൊണ്ട് some of them are also any change for another session beginning as kids are Any prepared. chance for another session beginning May as kids are preparing for entrance? Yeah, we will see the success of this session, and then if yes, why not? We can start something on 3rd May. That's another Monday. So Matthew, we'll get in touch with you and talk about your situation. So answering Shreya, is AI or data analyst a better future? So that's what I was, maybe I'll take one more second for Shreya. So there is again a misconception. AI or stream, data analysis or stream, data science or stream alla. AI or umbrella aanu. Right? AI umbrella under varana various streams aanu. NLP, അല്ലെങ്കിൽ computer vision, data science, machine learning. So ഇതെല്ലാം combine ചെയ്തിട്ടാണ് നമ്മളൊരു artificially intelligent software ഉണ്ടാക്കുന്നത്. And that is what you call AI. So it is not AI is something different and data analysis something different. Data analysis, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ manually ചെയ്യാൻ AI യുടെ ആവശ്യമില്ല. But today, data analysis is done with the help of data science using AI tools and libraries. Right? So don't compare AI with data analysis. Maybe you can compare data analysis and data science. Then that makes more sense. Like, because data analysis is a subset of data science. Data science കുറച്ചും കൂടി aggressive maths അറിയണം, കുറച്ചും കൂടി programming ഉണ്ട്. കാരണം അവർ ഈ data analystന്റെ job easy ആക്കണവരാണ് data science കാര്. They are automating and building a lot of apps, which will help the life of the data analysts. So അതാണ് data analyst and data science തമ്മിലുള്ള വ്യത്യാസം. I hope I answered your question, Shreya. Any chance for another kids? Okay. Explain what is data analysis, graphics designer. Okay, thank you. Amna data analysis എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ എന്താ പറയാ, സോ ആമസോണിന്റെ എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ Amazon, there are millions of people logging in every day and ordering so many stuffs, right? അപ്പോൾ നമ്മുടെ ആ ആപ്ലിക്കേഷന്റെ ബാക്ക് എൻഡിൽ കുറെ ഡേറ്റ ഇരിപ്പുണ്ട്. കുറെ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ട്രില്യൻസ് ഓഫ് ഡേറ്റ ഇസ് സിറ്റിംഗ്, റൈറ്റ്? പക്ഷെ ആമസോണിന്റെ ജോലി ഇസ് ടു ഇൻക്രീസ് ഓൺലൈൻ ഷോപ്പിംഗ്. സോ ഡേറ്റ അനലിസ്റ്റ് അവരുടെ ടീമിലെ ജോബ് എന്താന്ന് വെച്ചാൽ ഈ ഡേറ്റ അവരെടുത്ത് വെച്ചിട്ട് ദേ ആർ ഗോയിങ് ടു അനലൈസ് മാനുവലി ഓർ ഓട്ടോമാറ്റിക്കലി ഹവെവർ, ആൻഡ് അവർ അനലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ദേ ആർ ഗോയിങ് ടു സീ ഈ മന്ത് ഏറ്റവും കൂടുതൽ സെയിൽസ് ഏത് പ്രോഡക്റ്റിനാണ് ഉണ്ടായത്. ഓക്കെ, ഈ പ്രോഡക്റ്റ് എന്തുകൊണ്ട് ഇത്രയും പോപ്പുലർ ആയി ഈ മന്തിൽ, പക്ഷേ ഈ പ്രോഡക്റ്റ് ലാസ്റ്റ് മന്ത് ഇത്രയും പോപ്പുലർ ആയിരുന്നില്ല. സോ വൈ ഇസ് ഇറ്റ് പോപ്പുലർ നൗ? സോ ദേ ആർ ഗോയിങ് ടു ഡിഗ് ഇൻ ടു ദ ഡേറ്റ ആൻഡ് അണ്ടർസ്റ്റാൻഡ് why is it popular this month. Maybe because there was a festival that month, that's why this product was very popular. ആരാണ് ഏറ്റവും കൂടുതൽ ഷോപ്പിംഗ് നടത്തുന്നത്? ഗേൾസ് ആണോ ബോയ്സ് ആണോ? മെയിൽ ഓർ ഫീമെയിൽ? നൗ ഫീമെയിൽ ആണ് കൂടുതൽ ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്നത്, മെയിൽ ഇസ് നോട്ട്. സോ ഹൗ ക്യാൻ വി അട്രാക്ട് മെയിൽ ടു ഡു മോർ ഷോപ്പിംഗ്? ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് അപ്പൊ അതുപോലത്തെ ഡേറ്റാമേ നമ്മള് അനാലിസിസ് നടത്താണ്. ആൻഡ് ബേസ്ഡ് ഓൺ ദിസ് ഇൻഫറൻസസ് ആമസോൺ പോലത്തെ കമ്പനീസ് അല്ലെങ്കിൽ ഏത് ഒരു ബിസിനസ് ആളാണെങ്കിലും ദേ വിൽ ട്രൈ ടു ഇംപ്ലിമെന്റ് സൊല്യൂഷൻസ് ടു ഇൻക്രീസ് ദ ബിസിനസ് ഓർ അഡ്രസ് എ പ്രോബ്ലം, അതിനൊരു സൊല്യൂഷൻ കൊടുക്കും. അതാണ് ഡേറ്റ അനലിസ്റ്റിന്റെ ജോലി, ടു ബ്രിങ് ഔട്ട് ദ പ്രോബ്ലംസ് ഓർ ബ്രിങ് ഔട്ട് ദ സക്സസ് റേറ്റ് ആൻഡ് റെപ്ലിക്കേറ്റ് ദ സക്സസ് ഓർ ഫിക്സ് ദ പ്രോബ്ലം. സോ ഈ ഡിസിഷൻ എടുക്കുന്നത് മാനേജ്മെന്റ് ആയിരിക്കും, പക്ഷെ മാനേജ്മെന്റ് ഡിസിഷൻ അറിയണമെങ്കിൽ ഈ സിറ്റുവേഷൻ അറിയണം. ഈ സിറ്റുവേഷൻ കണ്ടുപിടിക്കുന്ന ആളാണ് ഡേറ്റ അനലിസ്റ്റ്. Yeah, am I clear, Amna? BTech computer science or computer bachelor's degree is more better? BTech computer science or computer's bachelor? I would say anytime BTech, because for some reason curriculum okay ekdesham same aanengilum BTech has a little bit more weightage, and I think ipo kochu change vannittundu in the way of education, right? Even for bachelors you can go for a 4-year course, and I think there is also a 5-year course where you can combine your bachelor's and your master's into, I think it's called combined internship. Yeah, integrated internship or something like that. Yes. So lots of options out there. Graphic designer's job. What do you mean by that?
Is it hot, you're asking? I will not comment about graphic designers because I'm not across that. It does not come into the, unless you're going to use AI tools for graphic designing. No, I want to ask, what Yeah. are the basic qualities needed for a person to become a graphic designer? Creativity. What else? Yeah. You have to have a lot of creativity inside you to create unique stuffs. And of course, bump it up with some technological skills, right tools, gadgets, whatever you get to know. And then the combo is what you will need for being a graphic designer. I am not coming from that area, so I won't talk anything too deep or technical about it because I'm not across it. Sorry. What about BCA honors compared to BCA honors? What is BCA honors? BCA, right? Is it anything special, BCA honors? Oh, BCA honors is 4 years. I don't know. No, I'm not like, across. ഇപ്പോഴത്തെ പുതിയ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ചിട്ട് we have 4-year course. Right, So, yes. That is BCA honors. I will not comment on the education system because completely out of touch with what's happening in schools and colleges in terms of syllabus. So maybe we have a confusion like BCA honors എടുക്കണോ അതോ BTech. Oh yes, random 4-year ആണ്. 4 years. So I think the best way I would go in that confusion is you compare their syllabus, what topics they are covering, who is more advanced than the other. More relevant topics, relevant tools, technologies, programming languages, ആരാണോ offer ചെയ്യണേ, I think that's the path to go. Is studying coding good for part-time? Of course, yes. As I said earlier, why wait for jobs? You can create your own job. You can be a freelancer. ഇന്ന് എല്ലാവർക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ആവശ്യമുണ്ട്, right? So they need contents, they need apps, they need web apps. So you become expert in coding and developing stuffs. Again, develop creative because in ellam content aanu, right? So everything visual is what is more attractive. So develop your skill set on AI tools and start your own part-time job, not job, part-time freelancing. You start up your startup. Maybe ഇപ്പോഴേ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ആ 4 years of your college ടൈമിൽ you work towards getting your startup ready as soon as you finish your engineering or your BCA honors or whatever, right? So why wait for someone to give you a 20-25,000 job? You start up, you have your own startup there from day one. So I would really motivate everyone to become freelancers, be the service yourself, be the consultant. I am a consultant for last 13 years now. I do not work for anyone. I am a service. I sell my services, my knowledge to companies, and I work for them 9 to 5. That's it. And I don't work a minute after 5 o'clock because I'm not an employee anywhere. I just go consult, give my ideas, give my skills, give my service, and come back home. So I have a very good work-life balance as well. So think on that perspective, how you can enjoy your life. You have to work to live a great life. Don't live to work. So that is also a perspective to develop. Yeah. Okay. So if the questions have stopped, so we can wrap up. Yes, I think we can wind up. Yes. All the 8:19. So once again, thank you so much for joining for today's webinar, and it was really interactive with a lot of questions. So I think for a doubts clear ചെയ്തിട്ടുണ്ടാവും. We have talked about the class timing, kind of class fee structure and everything. Definitely, our team will be in touch with you by tomorrow, and you'll be also getting the record sessions, so you can watch it. And April 5th, Saturday, നമ്മുടെ batch start ചെയ്യും, so you can join for that. So once again, thank you each and everyone, especially the parents who took time, like വളരെ പേഷ്യൻസോട് കൂടി തന്നെ ഈ ഒരു 1.5 hours, almost 1.5 hours കേട്ടിരുന്നതിന് താങ്ക് യു സോ മച്ച്. സോ ഐ തിങ്ക് we can see you all again for as our bike kids. Thank you all. Good night. Thank you. Good night.